ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ജിയോഗ്രഫി വേൾഡ് മാപ്പിംഗ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർത്ത് അമേരിക്ക നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, മൗണ്ടൈൻ ഫോർമേഷൻ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, സൗത്ത് അമേരിക്കയിലെ കൺട്രീസ് ഏതൊക്കെയാണ്? നമുക്ക് നോർത്തിലേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് ഗുയാന, സുരിനാമെ, ഗുയാന, വെനിസുല, കൊളംബിയ, ഇക്വഡോർ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. ഏറ്റവും ലാർജസ്റ്റ് കൺട്രി സൗത്ത് അമേരിക്കയിൽ ഏതാണ്? ബ്രസീലാണ് അല്ലേ. ദെൻ വെസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ പെറു, ചിലി, പസഫിക് ഓഷനായിട്ട് ബോർഡർ ചെയ്ത് കിടക്കുന്ന കാണാം. ഓൾസോ ബൊളീവിയം, പെറുഗെ, ഈ രണ്ട് കൺട്രീസ് ആണ് സൗത്ത് അമേരിക്കയിലുള്ള ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്. ഓക്കെ, കോസ്റ്റൽ ഏരിയ ഇല്ലാത്ത രണ്ട് കൺട്രീസ് ആണ്, ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണ്, ബൊളീവിയ ആൻഡ് പെറുഗെ. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഉറുഗെ കാണാം, അർജന്റീന. ഓക്കെ, ഉറുഗെ, അർജന്റീന, ബ്രസീലൊക്കെ അറ്റ്ലാന്റിക് ഓഷൻ ആയിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇനി ലാൻഡിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ മൗണ്ടൈൻ റേഞ്ച് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ, ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച് ആണ് വേൾഡിലെ തന്നെ ലാൻഡിൽ നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ റേഞ്ച്. ഏകദേശം ഇതാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇതാണ് ആ മൗണ്ടൈൻ റേഞ്ച്. ഓക്കെ, അപ്പം അത്രയും വലിയൊരു മൗണ്ടൈൻ റേഞ്ച് ആണ് ഏത്? ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച്. ലോങ്ങസ്റ്റ് കോണ്ടിനെന്റൽ റേഞ്ച് ഇൻ ദ വേൾഡ്. ഓക്കെ, വേൾഡിലെ തന്നെ ലാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മൗണ്ടൈൻ റേഞ്ച് ആണ് ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച്. ഇത് എവിടെ തൊട്ട് എവിടം വരെയാണ്? വെനിസുല, കൊളംബിയ, ഇക്വഡോർ, പെറു, ബൊളീവിയ, ചിലി, അർജന്റീനയിലായിട്ട് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഏത് റിവർ ഉണ്ടെങ്കിലും ഇവിടെ ഏത് റിവർ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ആ റിവർ ഒന്നും എവിടേക്ക് ഒഴുകി പോകുന്നുണ്ടാവില്ല, സൗത്ത് പസഫിക് ഓഷൻ അല്ലെങ്കിൽ പസഫിക് ഓഷനിലേക്ക് ഒഴുകി പോകുന്നുണ്ടാവില്ല. കാരണം ഇവിടെ അത്രയും വലിയ മൗണ്ടൈൻ റേഞ്ച് ഇവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ഇത് മുറിച്ച് അപ്പുറത്തേക്ക് ഒരു റിവർ കടക്കില്ല. അപ്പോൾ ഇവിടെ ഉള്ള റിവർ എല്ലാതും എവിടേക്കാണ് പോവുക? അറ്റ്ലാന്റിക് ഓഷനിലേക്കാണ് പോവുക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാതെ. അപ്പോൾ ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച് ലോങ്ങസ്റ്റ് കോണ്ടിനെന്റൽ റേഞ്ച് ഇൻ ദ വേൾഡ് ഇത്രയും രാജ്യങ്ങളിലായിട്ട് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അക്കൻകോഗുവ, CONCAGUA. ഓക്കെ, അക്കൻകോഗുവ ആണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക്, ആൻഡിസ് മൗണ്ടൈൻ റേഞ്ചിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. ഓക്കെ, ദെൻ നോർത്ത് ആൻഡിസ് എവിടേക്കാണുള്ളത്? നോർത്ത് ആൻഡിസ് എവിടേക്കാണുള്ളത്? വെനിസുല, കൊളംബിയ, ഇക്വഡോറിലായിട്ട് സ്ട്രെച്ചായി കിടക്കുന്നതാണ് നോർത്ത് ആൻഡിസ്. ഓക്കെ, സെൻട്രൽ ആൻഡിസ് പെറു, ബൊളീവിയ, ഓൾസോ ഫീച്ചറിങ് ദ അൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂ. നമുക്ക് ഈ മാപ്പിൽ തന്നെ കാണാൻ പറ്റും, അൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആൻഡിസ് എന്ന് പറയുമ്പോൾ പെറുവിലും ബൊളീവിയയിലും, അതുപോലെ അൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഹൈലാൻഡ് ആണ്. ഓക്കെ, കുറച്ച് മൗണ്ടൈൻ അല്ല, എന്നാലും ലാൻഡിൽ നിന്ന് പൊങ്ങിക്കെടുക്കുന്ന ഒരു റീജിയൻ. ഓക്കെ, അതാണ് പ്ലാറ്റ്യൂ. അപ്പോൾ അൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂലായിട്ട് സെൻട്രൽ ആൻഡിസ് വരും. ഇനി സദേൺ ആൻഡിസ് എവിടെയൊക്കെ വരും? ചിലിയിലും അർജന്റീനയിലായിട്ടാണ് സദേൺ ആൻഡിസ് സ്പ്രെഡായി കിടക്കുന്നത്. ഓക്കെ, ഇപ്പം ആൻഡിസ് മൗണ്ടൈൻ എവിടെയൊക്കെയാണുള്ളതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. മെയിനായിട്ട് മുന്നേ പറഞ്ഞ പോലെ ഫോർമേഷനാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്ലേറ്റ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ്? നാസ്ക പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും നാസ്ക പ്ലേറ്റും അതുപോലെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റും. ഈ രണ്ട് പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ് എന്തുണ്ടായത്? ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച് ഉണ്ടായത്. ഓക്കെ, നാസ്ക പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് ഈ ഒരു ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച് ഉണ്ടായത്. ഓക്കെ, അതുപോലെ പാർട്ട് ഓഫ് പസഫിക് റിംഗ് ഓഫ് ഫയർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്ടോണിക് ആക്ടിവിറ്റീസും എർത്ത് നടക്കുന്ന ടെക്ടോണിക് ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വോൾക്കാനോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ് ആൻഡിസ് മൗണ്ടൈൻ റേഞ്ച്. ഇനി ആൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂ, സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്ലാറ്റ്യൂ ആണ് ആൾട്ടിപ്ലാനോ പ്ലാറ്റ്യൂ. ദെൻ ലേക്ക് ടിറ്റിക്കാക്ക
ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ് ബൊളീവിയയും പെറു. നമ്മൾ ആദ്യത്തെ മാപ്പിലാണ് നമുക്കത് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലേക്ക് ടിറ്റിക്കാക്ക. ഓക്കെ, ഈ റീജിയൻ കണ്ടില്ലേ, ഇതാണ് ലേക്ക് ടിറ്റിക്കാക്ക, ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക്. ഓക്കെ, ഈ പെറുവും ബൊളീവിയയും തമ്മിൽ ട്രേഡൊക്കെ ഇതിലൂടെ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്? ലേക്ക് ടിറ്റിക്കാക്ക, ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ് ബിറ്റ്വീൻ ബൊളീവിയ ആൻഡ് പെറു. ആൻഡിയൻ വോൾക്കാനിക് ബെൽറ്റ്, ഞാൻ പറഞ്ഞു പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ് ആൻഡീസ് മൗണ്ടൻ റേഞ്ച്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്? വോൾക്കാനോസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വൺ ഓഫ് ദ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോസ് ഇൻ ദ വേൾഡ് കോട്ടോപാക്സി, ഇക്വഡോറിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടോപാക്സി എന്ന് പറഞ്ഞ വോൾക്കാനോ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിൽ ഇറപ്ഷൻ സംഭവിക്കാം. അതുപോലെ നെവാഡോ ഡെൽ റൂയിസ്, കൊളംബിയയിലുള്ള നെവാഡോ ഡെൽ റൂയിസ് എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്. 1985 അത് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാറ്റസ്ട്രോഫിക് ഇറപ്ഷൻ ആയിരുന്നു, വലിയൊരു ദുരന്തമായിരുന്നു 1985 സംഭവിച്ചത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നെവാഡോ ഡെൽ റൂയിസ്, കൊളംബിയയിലുള്ള ആക്റ്റീവ് വോൾക്കാനോ. അപ്പോൾ ഇങ്ങനത്തെ വോൾക്കാനോസ് ഒക്കെ നോക്കിക്കണതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, ഈ രണ്ട് മേജർ ഹൈലാൻഡ്, ഓക്കെ, സൗത്ത് അമേരിക്കയിലുള്ള രണ്ട് മേജർ ഹൈലാൻഡ് ആണ്. ഏതൊക്കെയാണ്? ബ്രസീലിയൻ ഹൈലാൻഡ്. ഓക്കെ, ബ്രസീലിയൻ ഹൈലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആമസോൺ റിവർ. ഓക്കെ, ഇതാണ് ആമസോൺ റിവർ. അപ്പോൾ ആമസോൺ റിവറിന്റെ സൗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രസീലിയൻ ഹൈലാൻഡ് കാണാൻ പറ്റും. അതുപോലെ നോർത്തിലേക്ക്, ആമസോൺ റിവറിന്റെ നോർത്തിലേക്ക് പോകുമ്പോൾ ഗുയാന ഹൈലാൻഡും കാണാൻ പറ്റും. അപ്പോൾ ആമസോൺ റിവറിന്റെ സൗത്തിൽ ബ്രസീലിയൻ ഹൈലാൻഡും നോർത്തിൽ ഗുയാന ഹൈലാൻഡും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നോർത്ത് ടു ആമസോൺ റിവർ ആണ് ഗുയാന ഹൈലാൻഡ്, സൗത്ത് ടു ആമസോൺ റിവർ ആണ് ബ്രസീലിയൻ ഹൈലാൻഡ്. ഇനി റിവേഴ്സ് നോക്കാവുമ്പോൾ ഒറിനോക്കോ, ഓക്കെ, കൊളംബിയയിലും വെനിസുലയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു റിവറാണ് ഒറിനോക്കോ. അത് വെനിസുലയിലാണ് കൂടുതലും ഉള്ളത്, കൊളംബിയയിൽ ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, വെനിസുല കൊളംബിയയിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്നു. ഒറിജിനേറ്റ് ഇൻ ഗുയാന ഹൈലാൻഡ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഗുയാന ഹൈലാൻഡിലാണ് ഒറിനോക്കോ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒറിജിനേറ്റ് ഇൻ ഗുയാന ഹൈലാൻഡ്, ഡ്രെയിൻസ് ടു അറ്റ്ലാന്റിക് ഓഷൻ. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള റിവേഴ്സ് ഒക്കെ എവിടേക്കാണ് ഒഴുകി പോകുന്നത്? അറ്റ്ലാന്റിക് ഓഷനിലേക്കാണ് ഒഴുകി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗുയാന ഐലാൻഡിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒറിനോക്കോ റിവർ പെനിൻസുലയിൽ കൂടെ പോയി അവസാനം എവിടേക്ക് ഡ്രെയിൻ ചെയ്ത് പോകും? അറ്റ്ലാന്റിക് ഓഷനിലേക്ക് ഡ്രെയിൻ ചെയ്ത് പോകും. ലാനോസ് എന്ന് പറഞ്ഞ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട് അവിടെ, കൊളംബിയയിലും വെനിസുലയിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. ഈ ആമസോൺ ബേസിൻ 40% ഓഫ് സൗത്ത് അമേരിക്ക ആയിട്ട് സ്പ്രെഡായി കിടക്കുന്ന ഒരു റിവർ ബേസിനാണ്. ഓക്കെ, നമുക്ക് ഈ മാപ്പിൽ തന്നെ കാണാൻ പറ്റും ആമസോൺ റിവർ ബേസിൻ എത്ര വലുതാണ്. ഓക്കെ, ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതെന്ന് പറയുമ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് റിവർ അല്ലേ ആമസോൺ. ലോങ്ങസ്റ്റ് അല്ല, ലാർജസ്റ്റ്. ലോങ്ങസ്റ്റ് ഏതാണെന്ന് അറിയാലോ, നൈൽ റിവർ ആണ്, നമ്മൾ പഠിക്കും. വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ആണ് ആമസോൺ റിവർ. ബ്രസീൽ, പെറു, ഇക്വഡോർ, കൊളംബിയ, ബൊളീവിയ, വെനിസുലയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു റിവറാണ്. ഓക്കെ, ആമസോൺ റിവർ 40% സൗത്ത് അമേരിക്ക സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഡ്രെയിൻ ടു അറ്റ്ലാന്റിക് ഓഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു റിവറിനെയും ഇവിടെയുള്ള മൗണ്ടൻ റേഞ്ച്, ആൻഡീസ് മൗണ്ടൻ റേഞ്ച് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള റിവേഴ്സ് ഒക്കെ എവിടേക്കാണ് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്? അറ്റ്ലാന്റിക് ഓഷനിലേക്കാണ് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്. ഡ്രെയിൻസ് ടു അറ്റ്ലാന്റിക് ഓഷൻ. ഈ പരാന ബേസിൻ, ഓക്കെ, പരാന ബേസിൻ ബ്രസീൽ, ബൊളീവിയ, പെറുഗ്വേ, അർജന്റീനയിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്ന റിവറാണ്. ഡ്രെയിൻസ് ടു റിയോ ഡി ലാ പ്ലാറ്റ, ഒരു അഴിമുഖമാണ് റിയോ ഡെ ലാ പ്ലാറ്റ. ഓക്കെ, റിയോ ഡെ ലാ പ്ലാറ്റ ഒരു അഴിമുഖമാണ്. ആദ്യം ഈ പരാന റിവർ അവിടേക്ക് പോയിട്ട് ദെൻ അറ്റ്ലാന്റിക് ഓഷനിലേക്ക് പോകും. ഓക്കെ, ഡ്രെയിൻസ് ടു റിയോ ഡെ ലാ പ്ലാറ്റ ദെൻ ടു അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ, ഈ ലേക്സ് ഓഫ് സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ പെറുവിലും ബൊളിവിയയിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന ലേക്ക് ടിറ്റിക്കാക്ക, ദെൻ ഏതൊക്കെയാ? ലേക്ക്
മറാക്കൈബോ, ബ്രാക്കിഷ് ലഗൂൺ വെനിസുല, ലേക്ക് ഓയിൽ, ലേക്ക് ജൂനിൻ പെറുവിലായിട്ട് കിടക്കുന്നത്, ലേക്ക് സവാകോച്ച ഓക്കെ പെറുവിലാണ്. ഈ ലേക്ക് മറാക്കൈബോനെ ബ്രാക്കിഷ് ലഗൂൺ എന്ന് പറയാനുള്ള റീസൺ, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ സാൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും മിക്സ് ആയിട്ട് വരുന്നതാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വെനീസുലയിലാണ് ലേക്ക് ഓയിൽ എന്നും കൂടി അതിനെ പറയും. ഓക്കെ, അപ്പോൾ സൗത്ത് അമേരിക്കയിൽ വെച്ച് നോക്കുമ്പോൾ സൗത്ത് അമേരിക്ക വളരെ കുറവാണ്. നോർത്ത് അമേരിക്കയിൽ ഇപ്പോൾ ഗ്രേറ്റ് ലേക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഗ്രേറ്റ് ലേക്സും പിന്നെ ഒരു മൗണ്ടൻ റേഞ്ച് അല്ല ഉള്ളത്, 4 ഫേമസ് മൗണ്ടൻ റേഞ്ച് ആണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നോർത്ത് അമേരിക്ക ഇതിനെക്കാളും കുറച്ചുകൂടി വലുതാണ്. സൗത്ത് അമേരിക്ക വലുതെന്ന് ഉദ്ദേശിച്ചത് ഫിസിക്കൽ ഫീച്ചേഴ്സ് പഠിക്കാനുള്ളത് കൂടുതലാണ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ സൗത്ത് അമേരിക്കയിൽ അധികം പഠിക്കാനില്ല. ആൻഡീസ് മൗണ്ടൻ റേഞ്ച്, പിന്നെ ആമസോൺ റിവർ, ദെൻ പാരാന റിവർ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് സൗത്ത് അമേരിക്കയിലായിരുന്നു. സൗത്ത് അമേരിക്ക. ഓക്കെ, നമ്മൾ മുന്നേ നോർത്ത് അമേരിക്കയിൽ എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വരാം. നോർത്ത് അമേരിക്കയിൽ ഏതൊക്കെയാണ് മൗണ്ടൻസ് ഉള്ളത്? റോക്കി മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ സൈറ നെവാഡ, അപ്പലാച്ചിയൻ മൗണ്ടൻസ്, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച് അല്ലേ. അത് ഈ റോക്കി മൗണ്ടൻസ്, സൈറ നെവാഡ, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച് ഒക്കെ വെസ്റ്റേൺ സൈഡിലും ഒരെണ്ണം മാത്രമാണ് ഈസ്റ്റേൺ സൈഡിലുള്ളത് അല്ലേ. റോക്കി മൗണ്ടൻസിന്റെ ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെ പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ്? ഫയർലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും അല്ലെ. ഫയർലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് റോക്കി മൗണ്ടൻസ് ഫോം ചെയ്തത്. സൈറ നെവാഡയും അങ്ങനെ തന്നെ. കാസ്കാഡെ മൗണ്ടൻ റേഞ്ച് ഫോം ചെയ്തത് ജുവാൻ ഡി ഫുക്ക പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ്. ഓക്കെ, ദെൻ അപ്പലാച്ചിയൻ മൗണ്ടൻ റേഞ്ച് ഏതൊക്കെയാണ്? അമേരിക്കൻ പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് അപ്പലാച്ചിയൻ മൗണ്ടൻസ് ഫോം ചെയ്തത്. അത് പാൻജിയ ഫോം ചെയ്യുന്ന സമയത്ത്, ഓക്കെ, സൂപ്പർ കോണ്ടിനെന്റ് ആയ പാൻജിയ ഫോം ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ ഫോം ചെയ്തതാണ് ഏത്? അപ്പലാച്ചിയൻ മൗണ്ടൻസ്. ഓക്കെ, സൗത്ത് അമേരിക്കയിൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എന്തൊക്കെയാണ്? ആൻഡീസ് മൗണ്ടൻ റേഞ്ച്. ഓക്കെ, ആൻഡീസ് മൗണ്ടൻ റേഞ്ച് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് കോണ്ടിനെന്റൽ റേഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഏറ്റവും വലിയ റേഞ്ച് ഇപ്പോൾ ഓഷൻ സർഫസിൽ അതുപോലെ ലാൻഡിലും കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ച് ഏതാന്ന് ചോദിക്കുമ്പോൾ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ്. ഓക്കെ, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചുതരാം. Just a minute. ഓക്കെ, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വലുപ്പം ഉണ്ടാവും. ഓക്കെ, ഇത്രയും വലിയൊരു മൗണ്ടൻ റേഞ്ച് ഓഷൻ സർഫസിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ആൻഡീസ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മൗണ്ടൻ റേഞ്ച് തന്നെയാണ് ഓഷനിലുള്ളത്, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഓക്കെ, റിഡ്ജ് സിസ്റ്റം, റിഡ്ജൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നമ്മൾ ജോഗ്രഫിയിൽ എന്തായാലും പഠിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ എടുത്ത് കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ അപ്പലാച്ചിയൻ മൗണ്ടൻസ് കാണാം, റോക്കി മൗണ്ടൻസ് കാണാം, സൈറ നെവാഡ, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്, സൈറ നെവാഡ, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്, അതുപോലെ ആൻഡീസ് മൗണ്ടൻ റേഞ്ച്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ആമസോൺ റിവർ ഇവിടെ കാണാം, പനാന റിവർ കാണാം, ഇവിടെ ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന്
2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോ കൺട്രീസ് ആയിട്ട് പോയാൽ മതി, ഒരുമിച്ച് 2-3 കൺട്രീസ് ആയിട്ട് പോകണ്ട. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിലാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് യൂറോപ്പ് നോക്കും. ഓക്കെ, ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒരു റഫ് സ്കെച്ചാണ്. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ യൂറോപ്പ് ഇതാണെങ്കിൽ സ്കാൻഡിനാവിയ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇത് മൂന്നും. അപ്പോൾ ഈ 3 കൺട്രീസ് കൂടിയിട്ടുള്ളതിനെയാണ് സ്കാൻഡിനാവിയ എന്ന് പറയാം. അതുപോലെ നോർത്തിൽ പോകുമ്പോൾ നമുക്കിവിടെ ആർട്ടിക് ഓഷൻ കാണാം. അതുപോലെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ കാണാം. ഉറൽ മൗണ്ടെയ്ൻസ് കാണാം. ഓക്കെ, ഇവിടെ റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു നാച്ചുറൽ ബൗണ്ടറി തന്നെ നമുക്ക് പറയാം, ഉറൽ മൗണ്ടെയ്ൻസിനെ. പിന്നെ നമുക്ക് ഇവിടെ കാസ്പിയൻ സീ, ബ്ലാക്ക് സീ കാണാം. ഇവിടെ ആൽപ്സ് മൗണ്ടെയിൻ റേഞ്ച്, കക്കാസസ് മൗണ്ടെയിൻ റേഞ്ച്, ഇതൊക്കെ ആൽപൈൻ മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറഞ്ഞ ഒരു റേഞ്ചിന്റെ ഭാഗമാണ്. ഓക്കെ, ആൽപൈൻ മൗണ്ടെയിൻ റേഞ്ചിന്റെ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇവിടെ മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ഇവിടെ വേറെ സ്ട്രൈറ്റ് ഉണ്ട്. സ്ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, 2 വലിയ വാട്ടർ ബോഡി കണക്ട് ചെയ്യണ ഒരു നാരോ പാസേജ് ഓഫ് വാട്ടർ, അതാണ് സ്ട്രൈറ്റ്. അപ്പോൾ സ്ട്രൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കാണ്ട്. ഇവിടെ തന്നെ ഒരുപാട് സ്ട്രൈറ്റ് വരുന്നുണ്ട്. ബ്ലാക്ക് സീ, കാസ്പിയൻ സീ, മെഡിറ്ററേനിയൻ, ഇവരൊക്കെ കണക്ട് ചെയ്യണ കുറേ സ്ട്രൈറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. യൂറോപ്പ് ഫുള്ള് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമുക്ക് തീർക്കാം. ഓക്കെ, മാപ്പിംഗ് ക്ലാസ് ഇതുപോലെ തന്നെ ആയിരിക്കും, ചില വീഡിയോ ഷോർട്ടായിരിക്കും. ഇനിയിപ്പോൾ ഏഷ്യ ഒക്കെ എടുക്കുമ്പോൾ ഏഷ്യ 3 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അത് പക്ഷെ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മിഡിൽ ഈസ്റ്റും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എല്ലാം കൂടി ഒറ്റ വീഡിയോയിലൊക്കെ നോക്കാം. ഓക്കെ, അത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിരിക്കും. പിന്നെ പെൻഡിങ് ക്ലാസ് ഉണ്ടെങ്കിൽ മാക്സിമം വേഗം തന്നെ തീർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് ലക്ഷ്മികാന്ത് സ്റ്റാർട്ട് ചെയ്യും. ലക്ഷ്മികാന്ത് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോഴേക്ക് ലക്ഷ്മികാന്ത് ബുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചോ, നല്ലതായിരിക്കും. ലക്ഷ്മികാന്തും സ്പെക്ട്രം ഒക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണ്ട ബുക്സാണ്. ഇപ്പോൾ ജിയോഗ്രഫി ഒന്നും വേറെ ബുക്ക് വാങ്ങിക്കണമെന്ന് പറയില്ല, ഞാൻ തരാം. നോട്ട്സ് നോക്കിയാൽ മതി, അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തന്നെ ആയിരിക്കും ഞാൻ തരാം. അപ്പോൾ പൊളിറ്റി എന്തായാലും ലക്ഷ്മികാന്ത് വാങ്ങിക്കണം, നിർബന്ധമാണ്. അതുപോലെ മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ക്ലാസ് ഇവിടെ നിർത്താണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ യൂറോപ്പ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.